ഈ ഭാരതാംബയെ അംഗീകരിക്കുന്നതിന് എന്താണ് പ്രയാസം എന്ന് ചിലരിങ്ങനെ ചോദിക്കുന്നുണ്ട്. നമ്മൾ കാണേണ്ടത് നമ്മുടെ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന ഒന്നല്ല ഈ ഭാരതാംബ എന്ന ചിത്രീകരണം. ഈ ഭാരതാംബയുടെ കയ്യിലെ കൊടി അത് RSSൻ്റെ കൊടിയാണെന്ന് പരസ്യമായി ഏകദേശം അംഗീകരിച്ച് കഴിഞ്ഞിട്ടുണ്ടല്ലോ എല്ലാവരും. അത്തരം ഒരു കൊടിയുമായിട്ടാണല്ലോ ഭാരതാംബയെ മുന്നോട്ടിറക്കിയത്. ഇപ്പോൾ RSSൻ്റെ ചിഹ്നങ്ങളെ RSSകാർ ബഹുമാനിക്കും. അത് ബഹുമാനിച്ചോട്ടെ, അത് ബഹുമാനിക്കണ്ടെന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷേ അതെല്ലാവരും അംഗീകരിച്ചോളണം എന്ന് പറഞ്ഞാൽ അത് നടക്കില്ല. അത് RSSൻ്റെ ചിഹ്നം RSSകാർ കൊണ്ടു നടക്കട്ടെ, മറ്റുള്ളവരെല്ലാം അത് അംഗീകരിക്കണമെന്ന നിലപാട് സ്വീകരിക്കുന്നത് ശരിയല്ല. അത്തരമൊരു നിലപാട് സ്വീകരിപ്പിക്കുന്നതിന് രാജ്ഭവനെ ഉപയോഗിക്കാനും പാടില്ല. നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ആധാരശിലയാണല്ലോ ഭരണഘടന. ഈ ഭരണഘടനയോട് ഉള്ള RSSൻ്റെ നിലപാട്, സമീപനം, ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. 1925 RSS രൂപീകൃതമാകുന്നത്. ആ കാലം നമ്മുടെ രാജ്യത്ത് സ്വാതന്ത്ര്യസമര പ്രസ്ഥാനം ശക്തിയാർജിച്ച കാലമാണ്. എന്നാൽ സ്വാതന്ത്ര്യസമര പ്രസ്ഥാനത്തിൻ്റെ അടിസ്ഥാന നിലപാടുകളോട്, അതിൻ്റെ പ്രത്യയശാസ്ത്ര സങ്കല്പങ്ങളോട് തീർത്തും വിയോജിച്ച സംഘടനയായിരുന്നു RSS. അത് വലിയ തോതിൽ സ്വാതന്ത്ര്യസമര പ്രസ്ഥാനത്തിനെതിരായിട്ടുള്ള നിലപാടുകൾ സ്വീകരിച്ചു പോവുകയായിരുന്നു, പരസ്യമായിരുന്നു അത്.